പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലൂടെ ദൈവം എന്നെ നടത്തിയ വഴികളെ, എന്റെ ജീവിത അനുഭവങ്ങളെ സാക്ഷീകരിക്കാൻ ദൈവം തന്ന സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ദാനിയേൽ. എന്നെ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കട്ടിലപ്പൂവം എന്ന പ്രദേശത്താണ് ജനിച്ചു വളർന്നത്. എൻ്റെ കുടുംബം ഒരു CSI വിശ്വാസത്തിലായിരുന്നു. അതിനാൽ എനിക്ക് ചെറുപ്പം മുതലേ ദൈവത്തെ അറിയുവാനും ദൈവത്തിന് വഴികളെ അനുസരിച്ച് ജീവിപ്പാനും കർത്താവ് എന്നെ സഹായിച്ചു. എന്നാൽ എൻ്റെ ഭവനത്തിൽ അടിക്കടി രോഗങ്ങൾ, പ്രയാസങ്ങൾ, മരണങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ എത്രമാത്രം പൈസകൾ ചെലവഴിച്ചിട്ടും വീട്ടിലൊരു സമാധാനം ഉണ്ടായില്ല. ആ സമയത്താണ് എൻ്റെ വീടിന്റെ അടുത്ത് പെന്തക്കോസ്ത് ഉള്ള പാസ്റ്റർമാർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു വിടുതൽ ലഭിക്കുകയും ചെയ്തു. അത് മുഖാന്തരം ഞങ്ങൾ വിശ്വാസത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായി ഞാനാണ് വിശ്വാസത്തിൽ കടന്നു വന്നത്. എനിക്ക് ആ സമയം മുതൽ സുവിശേഷ വേല ചെയ്യണം എന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം അറിയിച്ചു. പക്ഷെ വീട്ടുകാരും എന്നെ അതിനായി വിട്ടില്ല. കാരണം അവർ അന്ന് പറഞ്ഞത്, പെൺകുട്ടികൾ പോയി ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് എന്താണ് കാര്യം, ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ സഭയിൽ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യാം എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞു. അതിനാൽ എനിക്ക് പോകുവാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ദൈവത്തിന്റെ ഹിതം ഞാൻ സുവിശേഷ വേല ചെയ്യണം എന്നുള്ളതായിരുന്നു. അതിനാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ വർഷം തന്നെ എൻ്റെ വിവാഹം നടന്നു. പാസ്റ്റർ MC ദാനിയേലുമായിട്ട് എൻ്റെ വിവാഹം നടന്നു. വിവാഹത്തിന് മുമ്പ് തന്നെ കർത്താവിന്റെ ദാസൻ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ടീം വർക്കിൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. അതിനാൽ എനിക്ക് സുവിശേഷ വേലയിൽ വ്യാപൃതയായി തീരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. വിവാഹത്തിന് ശേഷം ഞാൻ 1 വർഷം കഴിഞ്ഞിട്ടാണ് നോർത്ത് ഇന്ത്യക്ക് കടന്നു വരുന്നത്. ഇതുവരെ വചനം കേൾക്കാത്ത ഇടങ്ങളിൽ പോയി കർത്താവിനെ സുവിശേഷീകരിക്കുക എന്നതായിരുന്നു തന്റെ ദർശനം. അത് മുഖാന്തരം താൻ ഹിമാചൽ പ്രദേശിലെ ഉന ജില്ല തെരഞ്ഞെടുത്തു. ഹിമാചൽ പ്രദേശ് 12 ജില്ലകളാണ് ഉള്ളത്. അതിലൊരു ജില്ലയാണ് ഉന ജില്ല. ഹിമാചൽ എന്ന് പറഞ്ഞാൽ അവർ ദേവഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകാർക്ക് ഇവിടെ യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണ് ഞങ്ങൾ ഈ ഉന വന്ന് തെരഞ്ഞെടുക്കാനുള്ള കാരണം. ഞങ്ങൾ ഉനയിൽ വന്നപ്പോ ഒരു വിശ്വാസികളോ ഒരു ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി പോലും ഉന ജില്ലയിലില്ലായിരുന്നു. 100% ഹിന്ദുക്കളായിരുന്നു. ഉന ആ സമയത്ത് വളരെ പുരോഗതി പ്രാപിക്കാത്ത ഒരു സ്ഥലമായിരുന്നു. വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഉന ജില്ല. ആ സമയത്ത് ഉനയിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. റോമാലേഖനം 15 അധ്യായം 20-21 വചന പ്രകാരം ആരും അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ പോയി പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഇവിടെ വന്ന് പ്രവർത്തിച്ചു. ഞാൻ ഇവിടെ കടന്നു വരുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഭാഷയോ ഇവിടുത്തെ ഒരു രീതിയോ നോർത്ത് ഇന്ത്യ എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. ഇവിടെ കടന്നു വരുമ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ നാട്ടിലെ ആഹാരം ഒന്നുമല്ല, ഇവിടുത്തെ ആഹാരം റൊട്ടി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാനൊരു നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും മോഡേൺ ബ്രെഡോ എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇവിടെ വന്നപ്പോ ആണ് സംഗതി മനസ്സിലായി, ഇവിടുത്തെ ചപ്പാത്തിക്കാണ് ഇവിടെ റൊട്ടി എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ഇവിടുത്തെ കാലാവസ്ഥ, ആഹാരം, അതുപോലെ വസ്ത്രധാരണം ഇതൊക്കെ വളരെ അങ്ങ് പ്രയാസത്തിലായി പോയി. അങ്ങനെയായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വീടെന്ന് പറയാൻ ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുറി മണ്ണ് കൊണ്ടുള്ള ഒരു മുറിയാണ്. അതിന്റെ മേൽക്കൂര മുഴുവൻ മണ്ണ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ഇഷ്ടിക വെച്ച് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വീട്. വന്ന് നവംബർ മാസത്തിലാണ് ഞാൻ വരുന്നത്. നവംബർ മാസം നല്ല തണുപ്പിന്റെ സമയമാണ്. ഇവിടെ വരുമ്പോൾ ഒരു സ്വെറ്ററോ ചൂട് വസ്ത്രങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സമയത്താണ് ഇവിടെ കടന്നു വന്നത്. ഞാൻ വരുമ്പോൾ എൻ്റെ മോന് 8 മാസം പ്രായമുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ കടന്നു വരുന്നത്. ഒരു ദിവസം ഡിസംബർ മാസത്തില് ഇവിടെ തണുപ്പ് ആരംഭിക്കാം, 3-4 ദിവസം മഴ പെയ്യും. അങ്ങനെ ഒരു വലിയ മഴ പെയ്ത സമയത്ത് ഞങ്ങൾക്ക് അന്ന് വീട്ടിലെ സാധനങ്ങളൊന്നും ഇല്ല. ഒരു കോൾഡിന്റെ കട്ടിലും 1-2 പാത്രങ്ങളല്ലാതെ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഒരു സൈഡിൽ ഒരു കോൾഡിന്റെ കട്ടിൽ ഇട്ടിട്ടുണ്ട്. ആ കട്ടിലിന്റെ അവിടെ ഒരു സൈഡിൽ ഇരുന്ന് കർത്താവിന്റെ ദാസൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും കുഞ്ഞും ഒരു സൈഡിൽ ഞങ്ങൾ കിടക്കുന്നു. ആ സമയത്ത് വലിയൊരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പം ആ
വീടിന്റെ മേൽക്കൂര അതുപോലെ തന്നെ താഴേക്ക് പോകുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വീണില്ല, മറ്റു വേറെ സ്ഥലത്തേക്കും വീണ് രാത്രി മുഴുവൻ മഴ പെയ്തു. ആ മുറി നിറച്ച് വെള്ളവും ചെളിയും ഇഷ്ടികയും എല്ലാം നിറഞ്ഞു ആ മുറിക്കകത്ത് കിടന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളുടെ അയൽവക്കത്തെ ഒരു പ്രായമുള്ള ഒരു സർദാർജി വന്ന് നോക്കി. അദ്ദേഹം ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞിട്ട് പോയി. അന്ന് എനിക്കറിയത്തില്ല എന്താ പറയണെന്നോ ഒന്നും അറിയത്തില്ല. ആരെങ്കിലും വന്നാ ഇരിക്കാനോ വിളിക്കാനോ ഒന്നും അറിയാത്ത അവസ്ഥയാണ്. ആ സമയത്ത് പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം വന്ന് വഴക്ക് പറഞ്ഞിട്ട് പോയത്. ഇങ്ങനെയാണോ താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പുള്ളി പെട്ടെന്ന് തന്നെ പോയി. നല്ല ഒത്തിരി സ്ഥലമൊക്കെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം പോയി ഒരു 3 മാസത്തിനകം ഒരു മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമും ഞങ്ങൾക്ക് പണിത് തന്നു. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് 3 മാസത്തിന് ശേഷം അതിനുശേഷം ഞങ്ങൾക്ക് പലവിധമായ പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നു. ഞങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് രാവിലെ ഒരു സഞ്ചി നിറച്ച് ഗോസ്പൽ പാക്കറ്റുകളൊക്കെ ആയിട്ട് ദേവദാസൻ അങ്ങ് പോകും, വൈകുന്നേരം തിരിച്ചു വരും. അങ്ങനെ അങ്ങ് കിട്ടുന്നത് ചിലപ്പോൾ 10 രൂപയായിരിക്കും, 15 രൂപയായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തില് പെട്ടെന്ന് എനിക്ക് സുഖമില്ലാതെ ആകുകയും ചികിത്സിക്കാൻ പൈസയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ആകുമ്പോൾ 2 വർഷത്തിന് ശേഷം വീണ്ടും കേരളത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. കേരളത്തിൽ തിരിച്ചു പോയിട്ട് ആ സമയത്ത് ദേവദാസന്റെ അമ്മച്ചി മരിച്ചു. ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ല. അതിനുശേഷം 2 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അവിടെ ചെന്ന് ആ മാസം തന്നെ കർത്താവിന്റെ ദാസൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. 4 വർഷത്തിന് ശേഷം പിന്നെയും ഞങ്ങൾ നോർത്ത് ഇന്ത്യക്ക് കടന്നു വന്നു. കേരളത്തില് കൊച്ചിയില് കടമക്കുടി എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അന്നേരം അദ്ദേഹത്തിന് ഈ വേദനയായിരുന്നു. വചനം അറിയാത്ത സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കണം എന്നുള്ള ആ ചിന്താഭാരം കൊണ്ട് എന്നോട് പറഞ്ഞു, ഇവിടെയല്ല നമ്മുടെ മിനിസ്ട്രി, വചനം അറിയാത്ത ഇടങ്ങളിൽ പോയി നമുക്ക് ക്രിസ്തുവിന് സാക്ഷീകരിക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു, എവിടെ വേണമെങ്കിലും ഞാൻ പോരാ, പക്ഷെ ഞാൻ ഹിമാചൽ പ്രദേശിൽ ഉനയ്ക്ക് ഞാൻ പോരുന്നില്ല, കാരണം എനിക്ക് ഉനയ്ക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അല്ല നമുക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലം തെരഞ്ഞെടുക്കാം, പഞ്ചാബോ ഹരിയാനയോ എവിടെയെങ്കിലും തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞ് ഞങ്ങള് കേരളത്തിലുള്ള ഒരു സംഘടനയായിട്ടാണ് അവരുമായിട്ട് ആലോചിച്ച് ഞങ്ങള് പോരുന്ന സമയത്താണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളെ പഞ്ചാബിനും അല്ല ഹിമാചലിലേക്ക് തന്നെയാണെന്ന്, പൂനെ ജില്ലയിലേക്കാണെന്ന് അന്നേരമാണ് അറിയുന്നത്. എവിടെ വന്ന് താമസിക്കുമെന്നോ വീടോ ഒന്നും അറേഞ്ച്മെന്റ് ചെയ്യാതെയാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോ പിന്നെ അന്നേരം ആണ് ഓർക്കുന്നത് നമ്മൾ എവിടെ പോയി താമസിക്കുമെന്ന് എന്ന്. അപ്പൊ ഇവിടെ 25 കിലോമീറ്റർ ദൂരെ പാസ്റ്റർ PG വർഗീസ് സാറിന്റെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അവിടെ ഒരു ദൈവദാസനും കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. 1 മാസം അവരുടെ കൂടെ താമസിച്ചു. അതിനുശേഷം വീട് അന്വേഷിച്ച് ഡെയിലി കർത്താവിന്റെ ദാസൻ കാൽനടയായിട്ടാണ് എല്ലാ ദിവസവും വീട് അന്വേഷിച്ച് വരുന്നത്. വീട് അന്വേഷിച്ചിട്ട് വീടൊന്നും കിട്ടാനില്ല. 1 മാസം കഴിഞ്ഞു. കയ്യിലാണെങ്കിൽ പൈസയില്ല. ഞങ്ങൾ മുനയിൽ വന്ന് ഇറങ്ങുമ്പോൾ 89 രൂപ മാത്രമേ കയ്യിലുള്ളൂ. പിന്നെ അങ്ങനെ നടന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ വളരെ മാനസികമായിട്ട് കർത്താവിന്റെ ദാസനും വിഷമിച്ചു, എനിക്കും മനസ്സിന് വിഷമം ഉണ്ടായി. ഒരാളുടെ കൂടെയൊക്കെ ഇങ്ങനെ 1 മാസത്തിൽ കൂടുതൽ എങ്ങനെയാണ് താമസിക്കുന്നത്? എന്റെ മോന് 3.5-4 വയസ്സ് പ്രായമാകാറായി, അവന് സ്കൂളിൽ ചേർക്കണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന് അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് ഇവിടെ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന റക്കട് കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. ഇന്ന് ഒത്തിരി പുരോഗതി പ്രാപിച്ചു. ഇവിടെ സ്കൂളായി, ഒത്തിരി ഹിമാചലിലെ ഏറ്റവും നല്ല ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഈ സ്ഥലം. ഇപ്പം ആ സ്ഥലത്ത് കാടായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത്. ആ സമയത്ത് കാട് നിറഞ്ഞു കിടന്ന സമയത്ത് ഞങ്ങൾ കർത്താവിന്റെ ദാസം വന്ന് നോക്കുമ്പോൾ കാടിനകത്തൊരു വീട് കാണുന്നു. അപ്പൊ അത് അന്വേഷിച്ചു, ആ വീട് ആരുടെയാണെന്ന് അന്വേഷിച്ചപ്പോ ഇവിടെ അടുത്തൊരു ചെറിയൊരു ചായക്കടയുണ്ട്. അവിടെ പോയി അന്വേഷിച്ചപ്പോ അദ്ദേഹം അവിടെ ഒരു മിലിറ്ററിക്കാരന്റെ വീടാന്ന് പറഞ്ഞ് അത് പോയി അന്വേഷിച്ചപ്പോ അവര് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാണ് ഈ വീട്? അവിടെ യാതൊരു സൗകര്യമില്ല, കാടിന്റെ അകത്താണ്, വെള്ളമില്ല, അതുപോലെ തന്നെ കറണ്ടുണ്ട്, വേറെ യാതൊരു സൗകര്യവും അതിനകത്തില്ലെന്ന് പറഞ്ഞു. സൗകര്യമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ആ വീട് തരുമോന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് അയാൾ മിലിറ്ററിക്കാരനായതുകൊണ്ട് മലയാളികളെ വലിയ താല്പര്യമായിരുന്നു. അന്ന് വാടക കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് താമസിക്കാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ താമസിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, പൈസ കിട്ടുമ്പോൾ വാടക തരാമെന്ന് പറഞ്ഞു. അന്ന് 200 രൂപയ്ക്ക് ഞങ്ങൾക്ക് ആ വീട് വാടകയ്ക്ക് തന്നു. അങ്ങനെ കാടൊക്കെ വെട്ടിത്തെളിച്ച് ഞങ്ങൾ ആ വീടിന്റെ അകത്ത് താമസമാക്കി ഞങ്ങളുടെ പ്രവർത്തനം മുൻപോട്ട് പോയി. ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേകം ടീമുകൾ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ വന്നു. OM ടീം കടന്നു വന്നു, PTL ടീം കടന്നു വന്നു, TFA ടീം കടന്നു വന്നു. എല്ലാ വർഷവും കേരളത്തിലെ ബൈബിൾ കോളേജിൽ നിന്ന് പല കുഞ്ഞുങ്ങളും കടന്നു വന്നു. ഈ എവിടെയെല്ലാം സുവിശേഷം എത്തിക്കാമോ അവിടെയൊക്കെയും
സുവിശേഷം എത്തിച്ചു. ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ ഹിതം എന്താകുന്നു, ഞങ്ങൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങ് ഞങ്ങളെ ഇവിടെ നിലനിർത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം പലവിധമായ പ്രയാസങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു. എൻ്റെ മോന് സ്കൂളിൽ പോകാൻ, സ്കൂളിൽ ഇവിടെ ഒരു കത്തോലിക്ക സ്കൂളുണ്ട്, അവിടെ അഡ്മിഷൻ മേടിക്കാൻ ചെന്നു. അവിടെ നിന്നും പലവിധമായ നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ടായി. കാരണം നമുക്ക് അവിടെ ഫീസ് കൊടുക്കാനുള്ള സാഹചര്യമില്ല. അവരന്നേരം അച്ഛൻ പറഞ്ഞു, നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഒന്നും പൈസ ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് പറഞ്ഞു നമ്മളെ അപമാന രീതി പറഞ്ഞു വിട്ടു. അതിനുശേഷം നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചു ആ വിഷയത്തിന് വേണ്ടി. കർത്താവേ, അങ്ങയുടെ ഹിതമാണെങ്കിൽ അഡ്മിഷൻ കിട്ടണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെ നമ്മളെ വിളിച്ചു പറഞ്ഞു, മോനെ ഇവിടെ അഡ്മിഷൻ തരാം, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ എന്ന് അഡ്മിഷൻ കിട്ടി മോന്. അങ്ങനെ അവിടെ കർമ്മ സ്കൂളിൽ എൻ്റെ മോൻ പഠിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ ഒരു വിശ്വാസിയെ ലഭിച്ചത് 10 വർഷത്തിന് ശേഷമാണ്. ഞങ്ങൾക്ക് ഒരു വിശ്വാസിയെ ലഭിച്ചത്. യോഗേഷ് ശർമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ലഭിച്ചത്. ആ യോഗേഷ് ശർമ്മ വിശ്വാസത്തിൽ, അദ്ദേഹം ഒരു ചെറുപ്പ പയ്യനായിരുന്നു. അദ്ദേഹത്തിന് വയറ്റിലൊരു വേദനയായിട്ട് ചികിത്സിച്ചിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഡോക്ടർമാര് പറഞ്ഞു, നിനക്ക് സൗഖ്യം വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കൊടുത്ത ട്രാക്ട് ഒക്കെ വായിച്ചാണ് പുള്ളി നമ്മളെ അന്വേഷിച്ച് ഇവിടെ വന്നത്. അങ്ങനെ വന്ന് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വന്നു തുടങ്ങിയപ്പം അവരുടെ വീട്ടിൽ നിന്ന് ഒത്തിരി പ്രതികൂല സാഹചര്യം നമുക്കുണ്ടായി. കാരണം അവരൊരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടതാണ്. അവരുടെ ജ്യേഷ്ഠനാണെങ്കിൽ ഒരമ്പലത്തിലെ പൂജാരിയാണ്. അവർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ഒത്തിരി ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. എങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു. ഇന്നും ആ സഹോദരൻ കുടുംബമായി ദൈവസാന്നിധി നിൽക്കുന്നു. ഒത്തിരി അത്ഭുതങ്ങളൊക്കെയും കർത്താവ് ഇവിടെ നടത്തി. പല രോഗികൾ സൗഖ്യമായി, എയ്ഡ്സ് രോഗക്കാർ സൗഖ്യമായി, ക്യാൻസർ രോഗക്കാരും സൗഖ്യമായി. അതുപോലെ തന്നെ 6-7 വർഷം ചികിത്സിച്ചിട്ട് സൗഖ്യമില്ലാതെ കിടന്ന പലരും സൗഖ്യമായി. കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ഈ പ്രദേശത്ത് ചെയ്തു. എന്നാൽ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഏലിയാവിനെ പോറ്റിയവനായ കർത്താവ് നമ്മളെയും പരിപാലിച്ചു. ഒരു നേരത്തെ ആഹാരത്തിന് വരെ ഇല്ലാതിരുന്ന സമയം, ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിക്കാൻ സമയമില്ലാത്ത സമയത്ത്, ആ സമയത്തും 1 രൂപ ഞങ്ങൾക്ക് വഴിയിൽ കിടന്ന് കിട്ടി, ഞങ്ങൾ അതെടുത്ത് ഉപ്പ് വാങ്ങിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 50 പൈസ കൊടുത്ത് ബസ്സിന് പോകാൻ 50 പൈസ ഇല്ലാതെ ഞങ്ങൾ നടന്നുപോയി പ്രവർത്തിച്ച സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെയും കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ കുടുംബമായി പരിപാലിച്ചു. കർത്താവിന്റെ ചിറയെങ്കിലും ഞങ്ങളെ പരിപാലിച്ചു നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എത്രമാത്രം പറഞ്ഞാലും മതിയാകത്തില്ല. കർത്താവ് ഓരോ ദിവസവും നടത്തുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് എത്രമാത്രം സ്തുതിച്ചാലും എത്രമാത്രം മഹത്വപ്പെടുത്തിയാലും മതി വരാത്തതാണ്. ഒരു പ്രാവശ്യം എൻ്റെ മോന് ബിസ്ക്കറ്റ് കൊടുക്കാൻ ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഇവിടെയൊക്കെ കാടുകളിൽ ഒരു ബേരെന്ന് പറഞ്ഞ സാധനം, ഒരു കാട്ടുചെടിയാണ്. അതിലൊരു മഞ്ഞ നിറത്തിലുള്ള ഒരു ഫ്രൂട്ട്സ് ഉണ്ട്. അത് മുഴുവൻ മുള്ളുചെടിയാണ്. അത് അവിടെ ഞാൻ പറിക്കാൻ പോയപ്പോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി, ഒരു 5 രൂപ നോട്ട് ആ മുള്ളേനെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കും പോലെ കാറ്റിന് പറന്ന് കുത്തി വെച്ചവരെ കണ്ടു. അത് എടുത്തുകൊണ്ട് കഴുകി ഉണങ്ങി ബിസ്ക്കറ്റും മേടിച്ചു കൊടുത്ത സമയങ്ങളുണ്ട്. അങ്ങനെ എത്രയോ പ്രാവശ്യം കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിച്ചു. ഒരു പ്രാവശ്യം റേഷൻ മൊത്തമായി തീർന്നു. അന്ന് ഞങ്ങൾ വിചാരിച്ചു ഇനി എങ്ങനെ റേഷൻ മേടിക്കുമെന്ന് ചിന്തിച്ച സമയത്ത് ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 ദിവസത്തെ കൺവെൻഷൻ വെച്ചിരുന്നു. അന്ന് കൺവെൻഷൻ ക്യാൻസൽ ആയിപ്പോയി. ആ ദൈവദാസൻ അവിടുത്തെ ആ സാധനം മുഴുവൻ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് എത്തിച്ചു. അങ്ങനെ ഞങ്ങളെ ദൈവം പോറ്റിയ സമയങ്ങളുണ്ട്. മോന് ഫീസ് കൊടുക്കാതെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട സമയമുണ്ട്. എത്ര ഫീസ് കൊടുക്കണോ അത്രയും പൈസ ഞങ്ങൾക്ക് ഒരു കവറിനകത്തിട്ട് അങ്കിള് തന്നു. അങ്ങനെ പല സമയത്തും കർത്താവ് അത്ഭുതകരമായി ഞങ്ങൾ നടത്തി. അങ്ങനെ 1988 മുതൽ ഇന്ന് വരെ ഈ റക്കഡ് എന്ന പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2013 ദേവദാസിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ സമയത്ത് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു. അന്നും കർത്താവ് അവിടെ പരിപാലിച്ചു. 2013 ഫെബ്രുവരി മാസം 8-ാം തീയതി ഉന എന്ന സ്ഥലത്തേക്ക് ബൈക്കിൽ പോകുമ്പോൾ പുറകിൽ നിന്ന് 10 ടയറുള്ള ഒരു ട്രക്ക് വന്ന് ബൈക്കിന്റെ മുകളിൽ കയറി തന്നെ അങ്ങ് വലിച്ചുകൊണ്ട് പോയി. ഒത്തിരി നേരം അങ്ങ് വലിച്ചുകൊണ്ട് പോയിട്ട് കാലിന്റെ ആ മാംസം മുഴുവൻ എല്ലാം പോയി. എല്ലല്ലാതെ അവിടെ ഒന്നുമില്ലായിരുന്നു. പിന്നെ CMC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തു. ലുധിയാന CMCയിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അങ്ങനെ
അന്ന് ഡോക്ടർമാര് പറഞ്ഞു 2.5 വർഷം കഴിയാതെ കട്ടിലിൽ നിന്ന് എണിക്കത്തില്ലെന്ന്. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി 9 മാസത്തിനകം എണിച്ച് നടപ്പാൻ കർത്താവ് സഹായിച്ചു. വടികുത്തി നടന്ന് പിന്നെയും ഗ്രാമങ്ങൾ തോറും പോയി സുവിശേഷം അറിയിക്കുമായിരുന്നു. അങ്ങനെ സുവിശേഷം അറിയിച്ച് നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അറിഞ്ഞത് 2017 തന്റെ 2 കിഡ്നിയും ഫെയിലായെന്ന്. കാരണം കാലിന് സുഖമില്ലാതെ ആയപ്പോൾ 3-4 ഓപ്പറേഷനുകൾ നടത്തി. അതിന്റെ മരുന്നിന്റെയൊക്കെ അതിനൊപ്പം ഷുഗറും ഉണ്ടായിരുന്നു. 2 കിഡ്നിയും ഫെയിലായി എന്ന് അറിഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ഇനി ചികിത്സിക്കുന്നില്ല, പ്രാർത്ഥിക്കുവാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2018 പെട്ടെന്ന് അങ്ങ് അസുഖം കൂടുതലായി ഡയാലിസിസ് ചെയ്യാൻ ആരംഭിച്ചു. 2018 ഡയാലിസിസ് ആരംഭിച്ചു. ആഴ്ചയിൽ 2 ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു വേദനയോ ഒന്നും അനുഭവിച്ചിട്ടില്ല. ആ സമയത്തും ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ഡോക്ടർമാരോടും നഴ്സുമാരോടും അവിടെ ആര് വന്നാലും എല്ലാവരോടും സുവിശേഷം അറിയിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ തനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പാട് തന്നെയും എല്ലാവരോടും സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. തന്റെ ഒരു ലക്ഷ്യം അതായിരുന്നു, അറിയാത്തവർ ദൈവത്തെ അറിയണം എന്നൊരു ലക്ഷ്യത്തോടുകൂടെ ചെയ്തു. 2018 ഡയാലിസിസ് ആരംഭിച്ചു. 2019 ജൂലൈ 16 താൻ ലക്ഷ്യം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആ സമയത്ത് എനിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം പറയാനുള്ളത്, 2019 ജൂൺ മാസത്തിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അവിടുത്തെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എന്റെ കയ്യിൽ പൈസ ഇല്ല. കാരണം പൈസ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് എല്ലാം ആക്സിഡന്റിൽ ചികിത്സിക്കേണ്ടത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പൈസ ഇല്ല, പൈസയൊക്കെ തീർന്നെന്ന് പറഞ്ഞ്. ലാസ്റ്റ് മോമെന്റ് ആയപ്പോഴത്തേക്കും ഞങ്ങള് ഡയാലിസിസ് ചെയ്യേണ്ട സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവെ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അങ്ങ് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ചെയ്യും? ആ സമയമാകുമ്പം എവിടെന്നെങ്കിലും കർത്താവ് പലരും ആരെങ്കിലും അയക്കും, ഞങ്ങൾക്ക് ഫോൺ ചെയ്യും ഞങ്ങൾ ഇത്രയും പൈസ അയച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരുന്നു. അതുപോലെ ജൂൺ മാസത്തിൽ ഡോക്ടർ പറഞ്ഞുകൊണ്ട് അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് അഡ്മിറ്റ് ആക്കി. പോകാനിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് പൈസ ഒരു വ്യക്തി തരാനുണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് ചോദിച്ചു, അവരത് മുഴുവൻ തന്നില്ല, ഞങ്ങൾക്ക് ഒരു 3000 രൂപ മാത്രമേ തന്നുള്ളൂ. അപ്പൊ അവർക്ക് ആ പൈസ കൊണ്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ IPCയിലെ പാസ്റ്റർ കോശി പാസ്റ്റർ അവിടെ പെട്ടെന്ന് വന്ന് പറഞ്ഞ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് ചോദിച്ച് അദ്ദേഹം ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു 5000 രൂപ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ആസ്പത്രിയിൽ പോയി അഡ്മിറ്റ് ആയി കഴിഞ്ഞ് അപ്പൊ ഡോക്ടർ പറഞ്ഞ് പൈസ ഒന്നും നിങ്ങൾ വേണ്ട, പൈസയൊക്കെ ഡോക്ടറിന്റെ കയ്യിൽ നിന്നാണ് എടുത്ത് ചെലവാക്കിക്കൊണ്ടിരുന്നത് ലാസ്റ്റ് മൊമെന്റിൽ. കാരണം അദ്ദേഹം ഒരു സുവിശേഷത്തിന് പ്രവർത്തകനും കൂടിയായിരുന്നു. ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞങ്ങൾക്ക് തന്നു. ലാസ്റ്റ് ബില്ല് വന്നപ്പോ 5000 രൂപ ബില്ല് വന്നു, 5350 രൂപ. അപ്പൊ എന്റെ കയ്യിൽ അന്ന് 1000 രൂപ മാത്രമേ ഉള്ളൂ പേ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവേ, ഞാൻ മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും കൈ നീട്ടത്തില്ല, അങ്ങ് മാത്രം എനിക്ക് നൽകി തരണം എന്ന് പറഞ്ഞ് ഞാൻ ആസ്പത്രിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കുറെ നേരം പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ കർത്താവിനോട് ചോദിക്കാം, കർത്താവ് ഞാൻ ആരെ ആശ്രയിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അറിയാത്ത 2 കന്യാസ്ത്രീകൾ ആ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വന്നു. അപ്പൊ അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയത്തില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡയാലിസിസ് ചെയ്യാൻ വന്നതാന്ന് പറഞ്ഞു. അപ്പൊ എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന റൂമിലുണ്ടെന്ന് പറഞ്ഞു. അവരെ പോയി കണ്ടിട്ട് തിരിച്ചു പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ആ കന്യാസ്ത്രീകൾ പിന്നെയും കയറി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, സിസ്റ്റർ തന്നെ ഇവിടെ വന്നേ? അല്ല, ഞങ്ങൾക്ക് ഇവിടെ വരാൻ മനസ്സിൽ ഭയങ്കര പ്രേരണ ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത് അവർ കയറി വന്നു. തിരിച്ചു പോരുമ്പം എത്ര രൂപ ഞങ്ങൾക്ക് ബില്ല് അടയ്ക്കണമായിരുന്നു? 5000 രൂപ ആ കന്യാസ്ത്രീ കൈ കൊടുത്തിട്ട് പോയി. കർത്താവ് അങ്ങനെ വഴികളെ തുറന്ന് ഞങ്ങളെ പരിപാലിച്ചു. ഏതെല്ലാം ആവശ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുവോ ആ സമയത്തെല്ലാം കർത്താവ് പരിപാലിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു മോൻ ഉണ്ട്, അവന്റെ പേര് ജോഷുവ എന്നാണ്. 2012 എന്റെ മോന്റെ വിവാഹം കഴിഞ്ഞു. IPCയുടെ ഹെബ്രോൻ ബൈബിൾ കോളേജിൽ ഡീനും ടീച്ചറുമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവന് വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് വളരെ ഒരു വിഷമമായിരുന്നു. പലരും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് മാത്രം കുഞ്ഞുങ്ങൾ എന്താ ഉണ്ടാകാത്തതെന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചയുടെ ഫലമായിട്ട് 8 വർഷത്തിന് ശേഷം കർത്താവ് ഞങ്ങൾക്കൊരു ഒരു ചെറിയ കുഞ്ഞിനെ നൽകി. അവന്റെ പേര് ജോസഫ് എന്നാണ്. അതിനുശേഷം 2ാമതേയും ഒരു കുഞ്ഞുണ്ടായി. ഇപ്പൊ 4 മാസമായി. ആ കുഞ്ഞിന്റെ പേര് സാറയാണ്. ദൈവദാസന്റെ മരണത്തിന് ശേഷം
2019 ശേഷം ഞാൻ ഇവിടെ ഹിമാചലിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് മരിക്കുന്നതിന് 2 ദിവസം മുപ്പാട് എന്നോട് പറഞ്ഞു, നമ്മൾ തെരഞ്ഞെടുത്ത ഉന ജില്ല നമ്മൾ പ്രവർത്തനം ആദ്യം ആരംഭിച്ചതാണ്, ആ പ്രവർത്തനം വിട്ടുകളയരുതെന്ന് പറഞ്ഞ് ആ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. ഈ പ്രദേശത്ത് അന്ന് കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് എല്ലാ ഗ്രാമങ്ങളിലും വിശ്വാസികളുണ്ട്, ദൈവത്തെ അറിയുന്നവരുണ്ട്. ഞങ്ങളുടെ വിശ്വാസികളായ പലരും പല സുവിശേഷ പ്രവർത്തനങ്ങളിലായിരിക്കുന്നു. ഞങ്ങൾ വിശ്വാസി കൊണ്ടുവന്നവര് അവിടെ പല സ്ഥലങ്ങളിലും വിശ്വാസി കൊണ്ടുവന്ന് അവരുടെ പാസ്റ്റർമാരായി അവരൊക്കെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരിക്കുന്നു. ഇന്നത്തെ എന്റെ പ്രവർത്തനം ഇവിടെ ദൈവം വളരെ അനുഗ്രഹമായി നടത്തുന്നു. എന്റെ കൂടെ വേറെയും 2-3 സഹോദരിമാരുണ്ട്. ഞങ്ങൾ ഇങ്ങടെ ഗ്രാമങ്ങളിൽ പോകുന്നു. ആദ്യത്തെ പോലെയൊന്നും ഗ്രാമങ്ങളിൽ പോകാൻ സാധിക്കത്തില്ല, എങ്കിലും കർത്താവിന്റെ കഥപ്രകാരം 3-4 സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ പോയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കർത്താവിന്റെ എത്ര നാള് ആയുസ്സും ആരോഗ്യം തരുന്നു അത്രയും നാളും കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിക്കാനും ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും എന്റെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എനിക്ക് ഇത്രത്തോളം സമയം തന്ന ഈ പ്രോഗ്രാമിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.